ഗസയിൽ ഇസ്രായേലി സൈന്യം സുരക്ഷിതമല്ലെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. സർവ്വ മേഖലയിലും ഹമാസിന്റെ ആധിപത്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനാൽ ഈ മേഖല സുരക്ഷിതമായിരിക്കുന്ന ഒരു ഏരിയ ആണ് എന്ന് കണക്കാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് പറയുന്നത്. ഏറെക്കുറെ 50,000-ത്തിലധികം ഇസ്രായേലി സൈന്യം ഗസയുടെ ഭാഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട് എന്നാണ് അവസാനത്തെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഇതൊരു കൃത്യമായിരിക്കുന്ന വിവരം അല്ലെങ്കിലും, കൃത്യമായിരിക്കുന്ന വിവരം ഇസ്രായേൽ സർക്കാർ പറഞ്ഞിട്ടില്ലെങ്കിലും അനുമാനിക്കുന്നത് ഇങ്ങനെയാണ്. അത് ഗസയുടെ പരമാവധി മേഖലകളിൽ ഈ ഇസ്രായേലിന്റെ അതിർത്തിയോട് ചേർന്നുള്ള ഭാഗത്തും മെഡിറ്ററേനിയൻ കടലിന്റെ തീരത്തുമാണ് കൂടുതലായിട്ട് ഇസ്രായേൽ സൈന്യമുള്ളത്. രണ്ടാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥയിൽ പറഞ്ഞ പ്രധാനമായിരിക്കുന്ന കാര്യം ഹമാസിന്റെ നിരായുധീകരണമാണ്. ആയുധം വെച്ച് കീഴടങ്ങുകയോ അവർക്ക് രാജ്യം വിട്ടു പോകാനുള്ള സഹായങ്ങൾ നൽകുകയോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ആ സമയത്ത് പറയപ്പെട്ടത്. എന്നാൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് യാതൊരു രീതിയിലുള്ള സാധ്യതയും നിലവിൽ ഇല്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഒന്നാമത്തത് പൂർണ്ണമായിട്ടില്ല എന്നതാണ്. ഒരു ബന്ദിയുടെ മൃതദേഹം കൂടിയാണ് ഇനി ബാക്കി കൊടുക്കാനുള്ളത്. മാത്രവുമല്ല, തുടർച്ചയായ രീതിയിൽ ഇസ്രായേൽ കരാർ വ്യവസ്ഥ ലംഘിച്ചതുകൊണ്ട് ആ കരാർ വ്യവസ്ഥയുടെ തുടർച്ച ഉണ്ടാക്കുക എന്നുള്ളത് താല്പര്യമില്ലാത്ത വിഷയമായിട്ടാണ് മധ്യസ്ഥരായിരിക്കുന്ന രാജ്യങ്ങൾക്കിടയിൽ തന്നെ കാണുന്നത്. റഫ അതിർത്തിയുമായി ബന്ധപ്പെട്ട കാര്യം ഈ കരാർ വ്യവസ്ഥയിൽ പ്രധാനമായിട്ട് പറഞ്ഞതാണ്. റഫ അതിർത്തി തുറക്കുക എന്നുള്ളതും ഗസക്കാർക്ക് പ്രവേശനാനുമതി നൽകുക എന്നുള്ളതും രാജ്യത്തുനിന്ന് പുറത്തു പോകാനും പുറത്തുനിന്ന് അകത്തേക്ക് വരാനുമുള്ള അനുമതി നൽകുക എന്നുള്ളത് നിർബന്ധമായ രീതിയിൽ നൽകേണ്ടതാണ് എന്ന് കരാർ വ്യവസ്ഥയിൽ പറയുന്നു. ഈ വ്യവസ്ഥ ഇസ്രായേൽ പാലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവർ ചെയ്ത കാര്യം എന്ന് പറയുന്നത് റഫ അതിർത്തി പൂർണ്ണമായിട്ട് നിയന്ത്രണത്തിലാക്കുകയും അത് അടക്കുകയും ചെയ്തു. മാത്രവുമല്ല, ഗസക്കകത്തേക്ക് സഹായഹസ്തവുമായിട്ട് എത്തിയിരിക്കുന്ന വാഹനങ്ങൾക്കുള്ള പ്രവേശനം കരാർ വ്യവസ്ഥയിൽ തുറന്നു കൊടുക്കണമെന്നാണ്. എന്നാൽ അത് പാലിച്ചതുമില്ല. അങ്ങനെ എല്ലാ തരത്തിലും കരാർ ലംഘിക്കപ്പെട്ടു. ഏകദേശം 300ഓളം ഫലസ്തീനികളാണ് ഈ കാലയളവിൽ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയതിന് ശേഷമുള്ള കാലയളവിൽ കൊല്ലപ്പെട്ടത്. 250 മുതൽ 500 പ്രാവശ്യമെങ്കിലും കരാർ ലംഘനം ഇസ്രായേൽ നടത്തി എന്ന റിപ്പോർട്ടും പുറത്തു വന്നു. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് നമുക്ക് അനുമാനിക്കാൻ പറ്റുന്ന കാര്യം, മധ്യസ്ഥർ വലിയ നിരാശയിലാണ്. കരാർ വ്യവസ്ഥ ലംഘിക്കപ്പെട്ടാൽ എന്ത് കാര്യമാണ് നിങ്ങൾ ഇസ്രായേലിനെതിരെ ചെയ്യുക എന്ന് ഇറാൻ ചോദിക്കപ്പെട്ട ചോദ്യം ഇവിടെ പ്രസക്തമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു കൃത്യമായിരിക്കുന്ന മറുപടി നൽകാൻ പോലും യഥാർത്ഥത്തിൽ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ 22 രാജ്യങ്ങളും കരാർ വ്യവസ്ഥ ലംഘിക്കുന്ന സമയത്ത് മൗനം പാലിക്കുകയാണ് എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. ഇതെല്ലാം നിൽക്കുന്ന സമയത്ത് ഈ ഓരോരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് ഗസയിലെ ഹമാസിന്റെ സൈനിക ബലം കൂടിക്കൂടി വരികയാണ്. ഏത് ഭാഗത്തു നിന്നാണ് അവരുടെ കൈവശത്തിലേക്ക് ആയുധങ്ങൾ എത്തുന്നത് എന്നതിനെക്കുറിച്ചുള്ള യാതൊരു വിവരവും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ നിലവിലെ പ്രധാനമായിരിക്കുന്ന സാഹചര്യവും അവസ്ഥകളും. 30 മുതൽ 40,000-ത്തോളം പുതിയ റിക്രൂട്ട്മെന്റ് ഹമാസിന്റെ സൈനിക പടയിലേക്ക് നയിച്ചിട്ടുണ്ട് എന്ന് പ്രാദേശിക റിപ്പോർട്ടുകളെല്ലാം പറയുകയും ചെയ്തു. അപ്പോൾ അവർ ബലം ഉണ്ടാക്കുന്നു, ശക്തി സംഭരിക്കുന്നു. അതോടൊപ്പം തന്നെ IDF സംഘത്തിലെ വളരെ പ്രധാനപ്പെട്ട ആളുകൾക്കെല്ലാം ഒരു മാനസികമായിരിക്കുന്ന പ്രയാസം ഉണ്ടാകുന്ന അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദത്തിലേക്ക് അവരെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് ഈ മേഖലയിൽ അതിജീവിക്കാൻ സാധിക്കാത്ത വിധം വലിയ പ്രയാസവും കാര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ, ക്രൂരമായിരിക്കുന്ന വേട്ട നടക്കുന്ന പോലെയാണ് ഈ മേഖലയിൽ ഇസ്രായേലി സൈന്യം ഫലസ്തീനികളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഉചിതമായിരിക്കുന്ന കാര്യമല്ലെന്നും ആയതിനാലുള്ള ഒരു പ്രയാസം മാത്രവുമല്ല, ഗസക്കകത്തേക്ക് എത്തിക്കഴിഞ്ഞ ഒരു ഇസ്രായേൽ സൈനികൻ ജീവനോടെ രാജ്യത്തേക്ക് മടങ്ങുമെന്ന് ഗ്യാരണ്ടി പറയാൻ പറ്റാത്ത വിധം വളരെ കഠിനമായിരിക്കുന്ന ഒരു യുദ്ധമുഖത്താണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ സൈന്യങ്ങൾ ഉള്ളത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം പരിക്കേറ്റ സൈനികർ തിരിച്ചു പോകുന്ന സമയത്ത് പോലും അവർ റിസൈൻ ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ജോലി വേണ്ട എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നു. ഇതിനെ അതിജീവിക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് മാനസിക സംഘർഷത്തിൽ ഏർപ്പെടുന്ന അല്ലെ മാനസിക സംഘർഷമുള്ള സൈനികരുടെ എണ്ണം നാൾക്കുനാൾ കൂടി വരുന്നു എന്നും ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഒറ്റപ്പെട്ട ഏറ്റുമുട്ടലുകൾ ഗസയുടെ ഭാഗങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ ഇസ്രായേൽ സൈനികർക്കും വലിയ രീതിയിലുള്ള പരിക്കേൽക്കുന്ന വിവരങ്ങളും പുറത്തു വരുന്നു. പക്ഷേ ഇസ്രായേൽ അത് സ്ഥിരീകരിച്ചുകൊണ്ട് പുറത്തുവിടാത്തതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം,
സൈനികർക്ക് നിരാശ ഉണ്ടാവാതിരിക്കാനാണ് എന്ന തരത്തിലാണ്. അപ്പോൾ ഈ മേഖല ഓരോരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് ഹമാസ് ശക്തി സംഭരിക്കുകയും ഇസ്രായേൽ സൈന്യത്തിന് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഭയപ്പാടുണ്ടാവുകയും ചെയ്യുന്നു. ഈ സാഹചര്യ അവസ്ഥകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രശ്നം തീർക്കണം, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സൈന്യം കൂട്ടത്തോടു കൂടി ഗസ വിടുന്നതുമായി ബന്ധപ്പെട്ട കരാറിലേക്ക് എത്തണം എന്ന അഭിപ്രായം പ്രബലമാണ്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. കാര്യം അവർ ഈ മേഖല പൂർണ്ണമായി കീഴടക്കിക്കൊണ്ട് ലോകത്തിന് മുൻപിൽ കാണിച്ചു കൊടുക്കും എന്നുള്ള ഒരു നിലപാട് ഉണ്ടാക്കിയ രാജ്യമാണ്. അവരുടെ ഒരു കാര്യങ്ങളും ഒരു ലക്ഷ്യവും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതിനാൽ ലോകത്തിന് മുമ്പിൽ ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്, പരിതാപകരമാണ്. 2-3 ബങ്കറുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈന്യം ഇതിനു മുൻപ് വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു കീഴടക്കാൻ വേണ്ടിയിട്ട്. ബങ്കറുകളെ അടിച്ചൊതുക്കുക, ഇല്ലാതാക്കുക എന്നതൊക്കെ ആയിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ ബങ്കറുകളെ ഒന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആ ഭാഗത്തുനിന്നും ഇസ്രായേൽ സൈനികർക്ക് വലിയ രീതിയിലുള്ള പരിക്കേറ്റ വിവരങ്ങളും പുറത്തു വന്നു. അപ്പോൾ എല്ലാ മേഖലയിലും ഇപ്പോൾ സുരക്ഷിതത്വം കുറവായിരിക്കുന്ന സാഹചര്യങ്ങൾ വരികയും ഇസ്രായേലി സൈന്യം വലിയ രീതിയിലുള്ള ശക്തി ഹമാസ് സംഘം വലിയ രീതിയിൽ സൈനികമയക്കുന്ന ശക്തി സംഭരിക്കുകയും ചെയ്തു വരുന്നത് വലിയ നിരാശ ഉണ്ടാക്കുന്ന കാര്യമായിട്ടാണ് സൈന്യവും ഇസ്രായേലും ഇപ്പോൾ വിലയിരുത്തുന്നത്. മേഖലയിലെ സർവാധിപത്യം, നിയന്ത്രണം നഷ്ടപ്പെടുന്ന സാഹചര്യം, വേണ്ട വിധം ഇസ്രായേൽ സൈന്യത്തിന് മുന്നേറാൻ സാധിക്കാത്തത്, ഒരുപാട് കാര്യകാരണങ്ങളും മാനസികമായിരിക്കുന്ന ഒരുപാട് സംഘർഷ വിഷയങ്ങളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിലവിലെ സാഹചര്യത്തിൽ തന്നെ ഇസ്രായേലിൻ്റെ സൈന്യം പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ആയുധ ശേഖരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് പ്രത്യേകമായിരിക്കുന്ന ഒരു സംഘത്തെ തന്നെ ഇസ്രായേൽ നിയോഗിച്ചിരുന്നു. അതായത് ഗസയെ സംബന്ധിച്ചിടത്തോളം 43 കിലോമീറ്ററാണ് ദൂരപരിധി ഉള്ളത്. അതിൽ ബഹുഭൂരിപക്ഷം മേഖലയും മുഴുവൻ മേഖല തന്നെ ഇസ്രായേലിൻ്റെ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. കരഭാഗത്തിൻ്റെ കുറഞ്ഞൊരു ഭാഗമുള്ള മെഡിറ്ററേനിയൻ കടൽ ഭാഗം 24 മണിക്കൂർ നിരീക്ഷണം നടത്തുന്ന രീതിയിലാണ്. കപ്പൽ മുഖാന്തരം ഒരു തരത്തിൽ നിരീക്ഷണം നടത്തുമ്പോൾ മറ്റൊരു തരത്തിൽ നടത്തുന്ന നിരീക്ഷണം ആകാശ നിരീക്ഷണമാണ്. അങ്ങനെ സർവ്വ മേഖലയിലും നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. സൈന്യം ഗസക്കകത്തുണ്ട്. പല പ്രദേശങ്ങളിലും സൈന്യം പല പ്രദേശത്തിൻ്റെ മേഖലയിലും സൈന്യം ഈ ഗസയുടെ ഭാഗങ്ങൾ തകർത്തിരിക്കുന്നു. അങ്ങനെ സർവാധിപത്യം യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഉണ്ടായിരുന്നിട്ട് പോലും 2 വർഷത്തിനിടയിൽ ഇതുവരെ അവർക്ക് ഹമാസിൻ്റെ കൈവശത്തിലേക്ക് വരുന്ന ആയുധങ്ങളെക്കുറിച്ചോ അവർ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന മേഖലയെക്കുറിച്ചോ അവരുമായി ബന്ധപ്പെട്ട മറ്റ് രഹസ്യ വിവരങ്ങളെക്കുറിച്ചോ ഇപ്പോഴും അറിയില്ല. സൈനിക കമാൻഡർമാർ ഒളിത്താവളങ്ങളായിട്ട് നിൽക്കുന്ന പ്രദേശത്തെ കണ്ടെത്താൻ വേണ്ടി വലിയ ശ്രമങ്ങൾ ഇതിനിടയിൽ നടത്തിയിരുന്നു ഇസ്രായേൽ. അതും പരാജയമായിരുന്നു. 1000-ഓളം സൈനികർ നിലവിലെ സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് IDF സമ്മതിച്ചിരിക്കുന്നു. എന്നാൽ 1000-ലധികം വലിയൊരു സംഖ്യ തന്നെ സൈന്യം നഷ്ടപ്പെട്ട ഒരു യുദ്ധമാണ് ഗസ ഇസ്രായേൽ യുദ്ധം. അത് ചരിത്രത്തിലില്ലാത്തതാണ്. 1948 സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്രയും കഠിനമായിരിക്കുന്ന ഒരു യുദ്ധത്തെ അഭിമുഖീകരിച്ച ഒരു സംഭവം ഇസ്രായേലിൽ പറയാനില്ല. അപ്പോൾ സർവ്വ മേഖലയിലും അവർക്ക് നാശമുണ്ടായിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ അതിന് പുറമെയാണ് ഗസയിലെ ഹമാസ് സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും നേടുന്നു, അവരെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നൊരു വിഷയം കൂടി നിലനിൽക്കുന്നത് ഇപ്പോൾ ഇതിനോടനുബന്ധിച്ച് കൂട്ടി വായിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ ഇറാൻ്റെ ഇടപെടൽ, അതായത് അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങൾ ഇപ്പോഴും യഥാർത്ഥത്തിൽ ഹമാസിൻ്റെ കൈവശത്തിലേക്കുണ്ട് എന്ന് മാത്രമല്ല എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. 40ഓളം രാജ്യങ്ങളിലെ ആയുധങ്ങൾ വാങ്ങിയിട്ടാണ് ഇസ്രായേൽ ഗസക്കെതിരെ യുദ്ധം ചെയ്തത്. എന്നാൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ആയുധങ്ങൾ ഹമാസിൻ്റെ കൈവശത്തിൽ എത്തിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന യാതൊരു തെളിവുകളും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അവർ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ പലതും മേഡ് എഴുതാത്തതാണ് എന്നതിനാൽ ഏത് രാജ്യമാണ് നൽകിയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു പ്രയാസം യഥാർത്ഥത്തിൽ ഇസ്രായേലിനുമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഗസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും നിലവിൽ എന്ത് സാഹചര്യങ്ങളും അവസ്ഥകളുമാണോ നിലനിൽക്കുന്നത്, അതേ സാഹചര്യവും അവസ്ഥയും ഇപ്പോഴും ഉണ്ട് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇതിനെ അതിജീവിച്ചുകൊണ്ട് IDF സംഘത്തിന് വലിയ ശക്തി പകരുക എന്നുള്ളത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ സാധിക്കുന്നില്ല. മാത്രവുമല്ല വലിയ രീതിയിലുള്ള സൈനിക ചോർച്ചയുണ്ട്. ആ ചോർച്ച അടക്കാൻ പുതുതായിരിക്കുന്ന സൈനിക റിക്രൂട്ട്മെൻറ്റ് പല ഘട്ടങ്ങളിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അത് ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല.
മാത്രമല്ല പുതിയ ആളുകൾ സൈനികരായിട്ട് വരാൻ വേണ്ടി താല്പര്യം കാണിക്കാത്തതും അവരെ വല്ലാത്ത രീതി അലട്ടുന്ന വിഷയമാണ്. മതപരമായി നോക്കുന്ന സമയത്ത് ജൂതമതത്തിലെ പ്രധാനമായിരിക്കുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ വിശ്വാസപരമായിരിക്കുന്ന അവരുടെ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ പറയുന്ന സൈനിക സേവനം നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്, വലിയ പ്രതിഫലം കിട്ടുന്ന പ്രവൃത്തിയാണ് എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതിനവർ ഒരു താല്പര്യവും കാണിക്കുന്നില്ല എന്നുള്ളത് കൂടി യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിനെ കുഴക്കുന്ന പ്രധാനമായിരിക്കുന്ന വിഷയമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്.